കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 17 ശ്ലോകം 22. അല്ല, സോറി, 22 ധർമ്മവാച 17 അപ്പോൾ 17 ധർമ്മവാച. അപ്പോൾ ഇതിൽ കഴിഞ്ഞ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഓരോരുത്തർക്കും സ്വധർമ്മം ആപത്തിന്റെ സമയത്ത് സ്വധർമ്മം കുറച്ച് തെറ്റി നടന്നാലും സാരില്ല, അല്ലാത്ത സമയത്ത് സ്വധർമ്മം അനുഷ്ഠിക്കാത്തവരെ ശിക്ഷിക്കുന്നതാണ് ഒരു രാജാവിന്റെ സ്വധർമ്മം എന്നർത്ഥം. രാജാവിന്റെ ഏറ്റവും വലിയ കടമ അധർമ്മികളെ ശിക്ഷിക്കലാണെന്ന് നമ്മൾ പറഞ്ഞൂലേ. ഇനി ധർമ്മം, അതിനൊക്കെ ഇതുവരെ രാജാവ് പറഞ്ഞതിനെ ചോദിച്ചതിന് നീ ആരാണെന്നൊക്കെ ചോദിച്ചല്ലോ, ആരാണ് നിന്റെ ദുഃഖത്തിന് കാരണം എന്നും ചോദിച്ചു അല്ലേ. അപ്പൊ അതിന് ഉത്തരമായിട്ട് ധർമ്മദേവൻ പറയണതാണ് ഇനി ധർമ്മവാച 17. ഏതദ്വ പാണ്ഡവേയാനാം യുക്തമാർത്താഭയം വചഃ യേഷാം ഗുണഗണൈഃ കൃഷ്ണോ ദൗത്യാദൗ ഭഗവൻ കൃതഃ. അപ്പൊ എന്താ അതിൽ പറഞ്ഞാൽ, ധർമ്മദേവൻ പറഞ്ഞു ആർത്താഭയം, അതായത് ദുഃഖിതർക്ക് അഭയം, ആർത്തന്മാർക്ക് അഭയം, ആർത്തന്മാർക്ക് അഭയം നൽകുന്ന, ദുഃഖിതർക്ക് അഭയം നൽകുന്ന ഏതത് വാച, ഈ വാക്ക്, അതായത് ഇപ്പൊ ഞാൻ ദുഃഖിച്ചിരിക്കണ ഞങ്ങൾക്ക് ഈ വാക്ക് പാണ്ഡവേയാനാം വഹ, പാണ്ഡവരുടെ വംശത്തിൽ പിറന്ന നിങ്ങൾക്ക് യുക്തം ചേർന്നത് തന്നെ. അതായത് പാണ്ഡവംശത്തിലുള്ള അങ്ങയുടെ ഈ വാക്കുണ്ടല്ലോ, ഞങ്ങളുടെ ദുഃഖത്തിന് വളരെ ശമനം തരുന്നുണ്ട്. അതായത് അങ്ങയുടെ വാക്കുകൾ പാണ്ഡവംശത്തിന് ചേരുന്ന വാക്കുകളാണെന്ന്, ഉചിതമായിട്ടുള്ള പാണ്ഡവംശത്തിലത്തെ ഒരാളെ ഇങ്ങനെ തന്നെയാ പറയേണ്ട. അതായത് ദുഃഖമുള്ളവരെ ദുഃഖം അകറ്റുന്ന തരത്തിലുള്ള വാക്കുകളാണ്. യേഷാം, യാതൊരു പാണ്ഡവരുടെ ഗുണസമൂഹങ്ങളാൽ, ഗുണഗണൈഹി, ഗുണസമൂഹങ്ങളാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദൗത്യാദൗ, ദൂത് പറയുക മുതലായ കാര്യങ്ങളിൽ കൂടി കൃതഃ, നിയുക്തനായിരുന്നു. അത്ഭുതമില്ല, പാണ്ഡവന്മാരത്ര ഗുണശീലന്മാരാണ്. അപ്പോ അവർക്ക് വേണ്ടി, അവരുടെ ഈ ഗുണങ്ങൾ കാരണമാണ് ഭഗവാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. ദൂതിന് പോവുക, സാരഥിയാവുക, അങ്ങനെ എന്തെല്ലാം ചെയ്തു. ദൂതിന് പോലും മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ദൂതിന് പോവുക, സാരഥിയാവുക, അങ്ങനെ പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ എന്തൊക്കെ ചെയ്തു. എന്താ കാരണം വെച്ചാൽ അത്ര ഗുണങ്ങൾ നിറഞ്ഞവരാണ് പാണ്ഡവന്മാര്. അതുകൊണ്ട് അത്ഭുതമില്ല ഭഗവാൻ പാണ്ഡവന്മാർക്ക് വേണ്ടി ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് അത്ഭുതമില്ല. കാരണം അത്ര ഗുണങ്ങളുള്ള ഒരാളാണ്. ആ പാണ്ഡവന്മാരുടെ ഗുണമാണ് അങ്ങ് കാണിച്ചത്. ഞങ്ങളെ സമാധാനിപ്പിച്ചില്ലേ, ദുഃഖിതർക്ക് അഭയം നൽകണ അങ്ങയുടെ വാക്കുകള് ആ പാണ്ഡവന്മാർക്ക് ഗുണങ്ങളാൽ സമൃദ്ധമായ ആ പാണ്ഡവന്മാർക്ക് ഉചിതമായിട്ടുള്ള വാക്കുകളാണ് അങ്ങ് ഉച്ചരിച്ചത്. അത് വളരെ നന്നായി എന്ന് പറയാണ്. അത് പറഞ്ഞു ആദ്യം. അതായത് അങ്ങയുടെ വാക്കുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സമാധാനം കിട്ടി. അങ്ങയുടെ വാക്ക് പാണ്ഡവന്മാരുടെ ആ പ്രശസ്തിക്ക് ഉചിതാണ്. വെറുതെ അല്ല ഭഗവാൻ പാണ്ഡവന്മാരെ സഹായിച്ചത്, അവരുടെ ഗുണഗണങ്ങൾ കണ്ടിട്ട് തന്നെയാണ്. അത്രയേ ഉള്ളൂ 17. ഏതദ്വ പാണ്ഡവേയാനാം യുക്തമാർത്താഭയം വചഃ യേഷാം ഗുണഗണൈഃ കൃഷ്ണോ ദൗത്യാദൗ ഭഗവാൻ കൃതഃ. ഇനി 18. ന വയം ക്ലേശബീജാനി യതഃ സ്യു പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദ വിമോഹിതാഃ. ശരിയാണ്, അങ്ങ് ചോദിച്ചില്ലേ ഞങ്ങളെ ദുഃഖത്തിന് കാരണം ആരാന്ന്, അത് പറയാൻ വയ്യാത്തൊരവസ്ഥയാണെന്ന് പറയാണ്. എന്താ അറിയോ, പുരുഷർഷഭ, ഹേ പുരുഷ ഉത്തമ, പുരുഷോത്തമ, വാക്യഭേദ വിമോഹിതാഹ, അതായത് പലതരം അഭിപ്രായങ്ങൾ. വാക്യഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്. ഞങ്ങള് മോഹിതരായിരിക്കണു. പലതരം അഭിപ്രായം കേൾക്കുന്നുണ്ട്. ആരാണ് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്നുള്ള ഒരു കാരണം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോയപ്പോ പലർക്കും പല അഭിപ്രായ ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം ആരാന്നുള്ളതിന്. വയം, ഞങ്ങൾ, ക്ലേശബീജാനി, ദുഃഖഹേതുക്കൾ, യതഃ, യാതൊരാളിൽ നിന്ന്, സ്യുഹു, ഉണ്ടാകുമോ, തം പുരുഷം, ആ പുരുഷനെ, ന വിജാനീത, അറിയുന്നില്ല. അങ്ങ് ചോദിച്ചൊരു ആര് കാരണ ദുഃഖം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് പുറപ്പെട്ടതാണ്. അപ്പൊ എന്താ വെച്ചാൽ പലരും പല അഭിപ്രായ പറയണം. അതുകൊണ്ട് ഞങ്ങൾക്ക്
ആര് കാരണമാണ് ഞങ്ങൾക്ക് ദുഃഖം എന്ന് ശരിക്കും ഞങ്ങൾക്ക് അറിയില്ല. അതാ പറഞ്ഞ, ആര് കാരണമാണ് ദുഃഖം എന്ന് ഞങ്ങൾക്ക് ശരിക്ക് അറിയില്ല എന്ന്. അതായത് സുഖദുഃഖ കാരണങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിയാൻ പുറപ്പെട്ടപ്പോ എന്താ, വാദപ്രതിവാദം ചെയ്യണവരൊക്കെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു, അവരുടെ യുക്തിക്കനുസരിച്ചിട്ട്. എന്നിട്ട് അതിനെ വേറൊരാളെ എതിർക്കും. അപ്പൊ അതൊക്കെ കേൾക്കണം ഞങ്ങൾക്ക് എന്തായി, ആരാണ് കാരണം എന്ന് ശരിക്കും ഞങ്ങൾക്ക് പറയാൻ കഴിയാതെയായി എന്ന് പറയണം. അതായത് അറിയില്ല എന്നർത്ഥം, ആരാ ദുഃഖം എന്ന്. അപ്പൊ 18 കഴിഞ്ഞ് 19, 20 ഒന്നിച്ച് ചെയ്യാം. നവയം ക്ലേശബീജാനി യഥാ സ്യു പുരുഷർഷഭ പുരുഷം തം വിജാനീമോ വാക്യഭേദ വിമോഹിതാഹ. നമുക്കുണ്ടാവില്ലേ അങ്ങനെ പലപ്പോഴും ഒരു കാര്യത്തിന് നമ്മളൊരു അഭിപ്രായം ചോദിച്ചു അനവധി ആളോട്, ഏതെങ്കിലും നമുക്ക് വിശ്വാസമുള്ള 1 2 ആളോട് ചോദിച്ചാൽ തിരക്കടില്ലേ. നമ്മൾ അനവധി ആളോട് ചോദിച്ചാൽ അനവധി ആൾക്ക് അനവധി അഭിപ്രായവും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, നമുക്കൊരു അതിന്ന് ഏതാ ശരി എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാൻ വിഷമാവും. അതുകൊണ്ട് സാധാരണ പറയാറുണ്ട്, ഒരുപാട് പേരോട് ചോദിക്കരുത് അഭിപ്രായം എന്ന്. 1 2 ആൾക്കാരോട് നമുക്ക് വിശ്വാസവും അറിവും നമുക്കുണ്ടെന്ന് ബോധ്യമുള്ളവരോട് 1 2 ആളോട് ചോദിക്കാം. അനവധി ആളോട് ചോദിച്ചാൽ അനവധി ആൾ അനവധി അഭിപ്രായം പറയും. അപ്പൊ ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളത് തന്നെ കേട്ടോ, അനവധി ആളോട് ചോദിക്കാൻ പാടില്ല. ഇനി 19, 20. കേജ്വിദ്വികൽപവസന ആഹുരാത്മാനമാത്മനഃ ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും അപ്രതർക്യാദനിർദ്ദേശ്യാദിതി കേഷ്വവിനിശ്ചയഃ അത്ര ഹനുരൂപം രാജർഷേ വിമൃശ സ്വമനീഷയഃ. എന്താ പറഞ്ഞാൽ ഈ 2 അർത്ഥം പറയുമ്പോ വികൽപവസനാഹ എന്ന് പറഞ്ഞ എന്താ അറിയോ, ഈ ഭേദവിചാരം മറച്ചു വെച്ചിട്ട് വാദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് യോഗശാസ്ത്രജ്ഞന്മാര്, അതായത് വികല്പത്തെ ആച്ഛാദനം ചെയ്യുന്നവരായാണ്. അതായത് ഭേദമില്ല, ഭേദത്തിനെ മറച്ചു വെച്ചിട്ട് ആച്ഛാദനം ചെയ്യാതെ ഭേദവിചാരം മറച്ചു വെച്ച് വാദിക്കണ ചിലർ. ആത്മാനം, ആത്മാവിനെ, ആത്മനഃ, ആത്മാവിന്റെ പ്രഭും, പ്രഭുവായിട്ട് ആഹു പറയുന്നു. ഈ ഭേദവിചാരം മറച്ചു വെക്കണ ചില ആൾക്കാര്, യോഗശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താ ചെയ്യണ, തനിക്ക് ദുഃഖമുണ്ടാക്കാൻ കഴിവുള്ള ആള് താൻ തന്നെയെന്ന്. ആത്മനഃ, തനിക്ക്, പ്രഭും, ദുഃഖം ഉണ്ടാക്കാൻ കഴിവുള്ള ആൾ ആരാണ്, ആത്മാനം, ഞാൻ തന്നെ എന്ന് പറയുന്നു ചില ആൾക്കാര്. പിന്നെയോ അന്യേ, മറ്റു ചിലർ എന്താ, ദൈവം ഗ്രഹപ്പിഴയെയും, അതായത് ദൈവം എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ വിധി എന്ന് പറയുമല്ലോ, അപ്പൊ കാലത്തിന്റെ അല്ലെങ്കിൽ ഗ്രഹനില കാരണമെന്നോ അങ്ങനെയൊക്കെ പറയണവരാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരെന്ന് പറയാം അവര്. അപ്പൊ ഗ്രഹപ്പിഴ കൊണ്ടാണ്, ഗ്രഹനിലയുള്ള വ്യത്യാസം കൊണ്ടാന്ന് വേറെ ചിലര് പറയും. അതായത് അതായത് അപ്രതർക്യാത്, പിന്നെ എന്താണ്, അങ്ങനെ പറയാൻ വയ്യ, ദൈവം കാരനാണ് എന്ന് ചിലര് പറയും. അങ്ങനെ പറയണവരുണ്ട്. പിന്നെയോ ദൈവം പരേ, അതായത് പിന്നെ ഗ്രഹപ്പിഴ കൊണ്ടാണെന്ന് ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാർ പറയും. പിന്നെ മീമാംസകന്മാരെന്താ പറയാ, പരേ, വേറെ ചിലർ കർമ്മ, ചിലർ പറയും നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കണം, അതും അങ്ങനെ പറയും ചിലര്. കർമ്മത്തിൽ വിശ്വാസമുള്ളവര് മീമാംസകന്മാര്. അവരെ വേറെ ചിലര്, അതായത് ഈ കാണുന്ന ലോകം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരെയാണ് ചാർവാകന്മാരെ പറയാ. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നത് മാത്രമേ സത്യമുള്ളൂ, അതിന് മുമ്പും ബിംബും ഒന്നും ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരെയാണ് ചാർവാകന്മാരെ പറയാ. അതായത് ഈ കാണുന്ന ലോകം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരോട്ടോ. ആ ചാർവാകന്മാരെന്താ പറയാ, സ്വഭാവം ലോക പ്രകൃതിയാണ്, സുഖവും ദുഃഖവും മാറി വരും, അത് പ്രകൃതിയാന്ന് പറയും ചാർവാകന്മാര്. പിന്നെയോ വേറെ ചിലര് കേശ്വബി, വേറെ അവരെന്താ, നിശ്ചയ, തീരുമാനം, അപ്രതർക്യാത്, അതായത് മനസ്സിന് വിഷയീഭവിക്കാത്തതും അനിർദ്ദേശിയാൽ ഇന്നതെന്ന് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്തതുമായ ഒന്നിൽ നിന്നാണ്, നമുക്ക് ബിയോണ്ട് ദ മൈൻഡാണെന്ന്, അതായത് മനസ്സിന് അപ്പുറത്തും ഇന്നതാണ് നമുക്ക് പറയാൻ കഴിയാത്തതുമായ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഈ ദുഃഖം എന്ന് ഏറെ ചിലർ പറയണു. ഈശ്വരവിശ്വാസികൾ എന്താ പറയണ, അതായത് ആ ഈശ്വരൻ എന്താണ്, അതാണ് ഈശ്വരവിശ്വാസികളാണ് വിചാരിക്കണം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിന് അതീതമായിട്ടുള്ള ഒരു ശക്തി കാരണമാണ് അത് ഉണ്ടാവണമെന്ന്. നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ആ ശക്തിയെ അത് അനുഭവിക്കാനേ പറ്റുള്ളൂ എന്ന് പറയില്ല ഈശ്വരവിശ്വാസികള്, അത് പറയണു.
രാജർഷേ തത്വജ്ഞാനായ അല്ല രാജർഷേ രാജാവേ അത്ര ഇവയിൽ അനുരൂപം ശരിയായിരിക്കുന്ന സ്വമനീഷയ സ്വന്തം ബുദ്ധി കൊണ്ട് വിമർശ ചിന്തിച്ചറിഞ്ഞോളൂന്ന്. ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഈ യോഗശാസ്ത്രജ്ഞന്മാര് പറയും അവനവന്റെ ദുഃഖത്തിന് അവനവൻ തന്നെയാണ് കാരണം. ജ്യോതിശാസ്ത്രജ്ഞന്മാര് പറയും ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ടാണെന്ന്. മീമാംസകന്മാര് പറയും നമ്മുടെ കർമ്മഫലം തന്നെയാണെന്ന്. ചാർവാകന്മാര് ഈ കാണുന്ന ലോകത്തിൽ മാത്രം വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈശ്വരനിലൊന്നും വിശ്വസിക്കില്ല, വേറെ ശക്തിയിലൊന്നും, അങ്ങനെയുള്ളവരെന്ത് പറയും? ഇതൊക്കെ ലോക സ്വഭാവമാണ് പറയും. പിന്നെയോ വേറെ ദൈവവിശ്വാസികൾ എന്ത് പറയും? നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും നിർവചനത്തിനും ഒക്കെ അതീതനായിട്ടുള്ള ഒരു ശക്തികാരനാ പറയും. അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്താന്ന് കണ്ടുപിടിച്ചോളൂ എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അതായത് ദുഃഖത്തിന്റെ കാരണത്തിനെ പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല എന്നാ ധർമ്മദേവൻ പറയണത്. താത്വികമായിട്ട് അതിനെക്കുറിച്ചുള്ള ഈ പിന്നെ നിഗമനങ്ങളൊക്കെ വളരെ വ്യത്യസ്ത. യോഗശാസ്ത്രജ്ഞന്മാരെ അനുഭവിക്കുന്ന ദുഃഖത്തിന് അവനവൻ തന്നെ കാരണം എന്ന് പറഞ്ഞുല്ലോ. ജ്യോതിഷക്കാരാണെങ്കിലോ ഗ്രഹങ്ങളുടെ ഗതിവിഗതികളാണ് പറയും. മീമാംസകന്മാര് പറയും അനാദിയായിട്ടുള്ള കർമ്മവാസനയാണ് പറയും. അപ്പോ പിന്നെയോ ചാർവാകന്മാര് പറയും ലോക സ്വഭാവമാണെന്ന്. അപ്പൊ സുഖദുഃഖ ഹേതു ഈശ്വരനാണെന്ന് ഈശ്വര വിശ്വാസികളും പറയുന്നു. ഇങ്ങനെ ഇത് ഏതാ ശരിയെന്ന് രാജാവേ അങ്ങനെ അങ്ങയുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാണ് നല്ലത് എന്നാണ് ധർമ്മദേവന്റെ പറയല്. ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോ ഈ രാജാവ് അടുത്ത ശ്ലോകം കൂടി കഴിഞ്ഞാൽ രാജാവ് പറയിട്ടു. അത് പറയാം 21 കൂടി കഴിഞ്ഞിട്ട്. 19-20 വായിക്കാം. കേചിദ്വികൽപവസന ആഹുരാത്മാനമാത്മനഃ ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും അപ്രതർക്യാദനിർദ്ദേശ്യാദിതികേഷ്വപി നിശ്ചയഃ അത്രാനുരൂപം രാജർഷേ വിമൃശ സ്വമനീഷയാ. അങ്ങനെ അങ്ങയുടെ ബുദ്ധി ഉപയോഗിച്ചതൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. അവനവൻ തന്നെയാണ് കാരണമെന്നോ, അല്ലെങ്കിൽ ഗ്രഹനിലയാണെന്നോ, അല്ലെങ്കിൽ കർമ്മവാസനയാണെന്നോ, അല്ലെങ്കിൽ ലോക സ്വഭാവമാണെന്നോ, അല്ലെങ്കിൽ നമ്മളുടെ വാക്കിനും നിർവചനത്തിനൊക്കെ അതീതായിട്ടുള്ള ഈശ്വരനാണെന്നോ എന്തൊക്കെയോ പറയണ്ട. പലരും പലത് അങ്ങ് തന്നെ ആലോചിച്ച് മനസ്സിലാക്കണം. അത് പറയാണ്. ഇനി 21. ഏവം ധർമ്മേ പ്രവദതി സ സമ്രാട്ട് ദ്വിജസത്തമാ സമാഹിതേന മനസാ വിഖേദ പര്യചഷ്ടതം. അപ്പോ ദ്വിജസത്തമ ബ്രാഹ്മണോത്തമനായ ശൗനക സൂതം പറയാണല്ലോ. ശൗനക ധർമ്മദേവൻ ഇപ്രകാരം ധർമ്മദേവൻ ഏവം ഇപ്രകാരം പ്രവദതി പറഞ്ഞപ്പോൾ സ സമ്രാട്ട് ആ രാജാധിരാജൻ മീൻസ് പരീക്ഷിത മഹാരാജാവ് ഖേദമകന്നവനായിട്ട് സമാഹിതേന സമാധാനത്തോടുകൂടിയ മനസ്സോടെ തം അവനോട് പര്യചഷ്ട പറഞ്ഞു. അപ്പോ പിന്നെ രാജാവ് ഈ ധർമ്മദേവന്റെ ആൻസർ കേട്ടപ്പോ എന്ത് ചെയ്തു? നല്ല സമാധാനമുള്ള മനസ്സോടുകൂടി ധർമ്മദേവനോട് അങ്ങട് പറഞ്ഞു. രാജാവ് ധർമ്മദേവൻ ഇങ്ങട് പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവ് അങ്ങട് പറഞ്ഞു. അതാണ് 22. അപ്പോ ഏവം ധർമ്മേ 21. ഏവം ധർമ്മേ പ്രവദതി സ സമ്രാട് ദ്വിജസത്തമാ സമാഹിതേന മനസാ വിഖേദ പര്യചഷ്ടതം. രാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞ? രാജോവാച എണഞ്ഞിട്ടോ എന്ന് നോക്കട്ടെ. രാജോവാച. അപ്പൊ രാജോവാച 22. ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃക് യഥധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. എന്താ പറഞ്ഞറിയോ? ധർമ്മജ്ഞ ധർമ്മം അറിയുന്ന ദേവ, ധർമ്മതത്വത്തെക്കുറിച്ച് ബ്രവീഷി അങ്ങ് നന്നായിട്ട് പറഞ്ഞു ധർമ്മതത്വത്തിനെ പറ്റിയിട്ട്. വൃഷരൂപദൃഗ് കാളയുടെ വടിവ് പൂണ്ട ധർമ്മദേവനാകുന്നു. ഇത്ര അസലായിട്ട് ധർമ്മം പറഞ്ഞ ആള് ആരാന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ അങ്ങാരാന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല, അങ്ങയുടെ ദുഃഖത്തിന്റെ കാരണം അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ
അങ്ങയുടെ ധർമ്മപ്രവചനം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, അങ്ങ് ധർമ്മദേവനാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഹേ ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനേന്ന്. ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മം അറിയുന്നവൻ. അങ്ങയുടെ ധർമ്മത്തിനെ കുറിച്ചുള്ള ആ പ്രവചനം ഉണ്ടല്ലോ, അങ്ങ് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ കാളയുടെ രൂപത്തില് വന്ന ധർമ്മദേവനാണ് അങ്ങെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയോ അധർമ്മകൃത, അധർമ്മം ചെയ്യുന്നവന് യദ്, യാതൊരു സ്ഥലമാണോ തത്, അതുതന്നെ സൂചകസ്യ, അവന്റെ പേരെടുത്ത് പറയുന്നവനും ഉണ്ടാകും. അതായത് എന്താ ഇതിൽ പറയണെച്ചാൽ, ഹേ ധർമ്മജ്ഞ, അങ്ങ് ധർമ്മം പറയുന്നതിനാൽ കാളയുടെ രൂപം കൊണ്ട് ധർമ്മദേവനാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞ ധർമ്മം എന്താച്ചാൽ അധർമ്മം ചെയ്യുന്നവന് കിട്ടുന്ന ഈ നരകലോകം, ആ അധർമ്മം ആരാ ചെയ്യണച്ചാൽ ആ ആളെ പറ്റി പറയുന്ന ആൾക്കും, അതായത് അധർമ്മിയാണെങ്കിൽ പോലും ആ ആളെ പറ്റി നമ്മൾ കുറ്റം പറഞ്ഞാൽ നമുക്ക് പാപണ്ടാന്ന്. അതാണ്. അതുകൊണ്ടാണ് ധർമ്മദേവൻ ആരാണെന്ന് പറയാണ്ടിരുന്നത് അല്ലേ എന്ന് ചോദിക്കാണ് പരീക്ഷിത്ത്. പറഞ്ഞില്ലല്ലോ ആരാന്ന്, അങ്ങനെ തീർച്ചയായും ഇവള് പറഞ്ഞില്ല. അപ്പൊ ധർമ്മദേവനാ മനസ്സിലായി. പിന്നെ അധർമ്മം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരെ ചൂണ്ടിക്കാണിച്ചാൽ ഈ ധർമ്മികൾക്കും നരലോകത്തിലേക്ക് പോകേണ്ടി വരും. അധർമ്മകർത്താവിനെ പറ്റി പറയുന്നവർക്കും പിന്നെ നരകം പ്രാപിക്കേണ്ടി വരുന്നത്. അതാണ് പറയണത്. അതുകൊണ്ടാണ് അതായത് ഒരാള് അധർമ്മം ചെയ്താൽ ആ ആളെ ചൂണ്ടിക്കാണിച്ചാൽ ഈ ചൂണ്ടിക്കാണിച്ച ആൾക്കും നരകം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ ധർമ്മത്തെ അങ്ങ് അറിയുന്നത് കൊണ്ടാണ് അല്ലേ ഉപദ്രവം ആരാ ചെയ്തേച്ചാൽ അറിയാച്ചാലും ആ പേരെടുത്ത് പറയാതിരിക്കണത്. അതുകൊണ്ടല്ലേ, അതന്നെയാണ് ധർമ്മം എന്ന് പറയാണ്. അതാണ്, അത് മനസ്സിലായി ആർക്ക്? പരീക്ഷത്തിനെ. അതായത് അങ്ങ് ധർമ്മദേവനാണ്. അധർമ്മം ചെയ്യുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നവനെയും പാപം ബാധിക്കും. അതാണ് അങ്ങ് ആര് കാരനാണ് അങ്ങക്ക് ദുഃഖം ഉണ്ടാകുന്ന പറയാത്തത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവും അങ്ങ്. അങ്ങ് അതുകൊണ്ടാണ് അങ്ങ് അത്ര ധർമ്മിഷ്ഠനാണ്. എന്താ കാരണം വെച്ചാൽ കുറ്റം ചെയ്തവരെ ചൂണ്ടിക്കാണിക്കുന്നത് പോലും പാപാന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്. അത് വളരെ ഒരു നല്ല ഇതാട്ടോ. ധർമ്മത്തിന്റെ ഉത്തുംഗപഥത്തിൽ ഇരിക്കുന്ന ആളാണല്ലോ ധർമ്മദേവൻ. അപ്പോ ചെറിയൊരു അധർമ്മം പോലും പ്രവർത്തിക്കില്ല. അപ്പൊ ആര് കാരനാണ് പിന്നെ ദുഃഖം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടൂലോ. അപ്പൊ ആ ശിക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം ഈ പറഞ്ഞ ആളാവൂലോ. അതാണ്. അപ്പൊ അധർമ്മിയാണെങ്കിൽ പോലും ചൂണ്ടിക്കാണിച്ചാൽ ആ ആൾക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ ഈ ചൂണ്ടിക്കാണിച്ച ആൾക്കും നരകത്തെ പോണ്ടിരും. അല്ലെങ്കിൽ ആ ചൂണ്ടിക്കാണിക്കലും അധർമ്മാണെന്ന് വിശ്വസിച്ചിട്ടാണ് ധർമ്മദേവൻ പറയാണ്ടിരുന്നത് അല്ലേ? അത് അങ്ങയുടെ ധർമ്മം തന്നെയാണ് എന്നാണ് ഈ പിന്നെ 23 അല്ല 22 പറഞ്ഞത് കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പൊ പരീക്ഷത്തിന് അസായിട്ട് മനസ്സിലായി എന്തുകൊണ്ടാ പറയാണ്ടിരിക്കണമെന്ന്. അപ്പൊ രാജാവ് പറഞ്ഞാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, എന്താ? പരീക്ഷത്ത് പറഞ്ഞു, എനിക്ക് ഈ ധർമ്മം വൃഷരൂപത്തിൽ വന്നിട്ടുള്ള അങ്ങ് ധർമ്മദേവനാ മനസ്സിലായി. അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങക്ക് ദുഃഖം തന്ന ആളെ ചൂണ്ടിക്കാണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. അതും പാപാണെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അപ്പൊ അങ്ങയുടെ ധർമ്മബോധം വളരെ വലുതന്നെയെന്ന് പറയാണ്. രാജോവാച 22 ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ ധർമ്മോസി വൃഷരൂപധൃക് യഥർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. അത് സൂചിപ്പിക്കുന്ന ആൾക്കും പാപാണെന്ന്. 23 അഥവാ ദേവമായായ നൂനം ഗതിരഗോചര ചേതസോ വചസാപി ഭൂതാനാമിതി നിശ്ചയ. അഥവാ അല്ലെങ്കിൽ ദേവമായായ ഈശ്വരമായയുടെ ഗതി പോക്ക് ഭൂതാനാം പ്രാണികളുടെ ചേതസഹ വചസഹ ച അഭി മനസ്സിനും വാക്കിനും അഗോചര വിഷയീഭവിക്കാത്തതാകുന്നു. അതായത് ഈശ്വരന്റെ മായയുടെ ആ ഒരു പ്രഭാവം നമ്മുടെ മനസ്സിനും വാക്കിനും ഒന്നും കാണാൻ സാധിക്കാത്തതാണ്, വിഷയീഭവിക്കാത്തതാണ്. നമുക്കതൊന്നും മനസ്സിലാവില്ല. ഇതി എന്നുള്ള നിശ്ചയ അഭിപ്രായം നൂനം ആയിരിക്കണം. അപ്പോ അത് പിന്നെ
അതായത് ഭഗവാന്റെ മായോണ്ട് നമുക്ക് ഭഗവാന്റെ മായയുടെ ആ ശക്തി പ്രഭാവം നമ്മുടെ മനസ്സുകൊണ്ട് ഊഹിപ്പാനോ വാക്കുകൊണ്ട് പറയാനോ സാധ്യല്ല എന്നുള്ള തത്വം, എന്നുള്ള തത്വമാകുന്ന ധർമ്മാണ് അങ്ങയുടെ വാക്കിന്റെ സാരം എന്ന് നമ്മളാരാ പറയാനെന്നാണ്. മനസ്സിലായില്ലേ? മായയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല, നമ്മളെ വാക്കിനും മനസ്സിനും ഒക്കെ അതീതാണ്. അപ്പോ പിന്നെ അത് പറയാൻ ഞാൻ ആരാ എന്നുള്ള അഭിപ്രായം ഉണ്ട് ആർക്ക്? ധർമ്മദേവനി. അതാണ് പറയണത്. അപ്പോ കൊല്ലുന്നവൻ കൊല്ലപ്പെടുന്നവൻ ഒക്കെ ആരാണ് എന്നുള്ളത് ഭഗവാന്റെ മായയുടെ വൈഭവം കൊണ്ട് ഒരാൾ കൊല്ലണു, ഒരാൾ കൊല്ലപ്പെടുന്നു, അല്ലേ? അപ്പോ ഏതൊരു ദൈവത്തിന് ശക്തിവിശേഷത്താലാണോ അതൊക്കെ സംഭവിക്കണം എന്നുള്ളതും ആ ശക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും, അതായത് ഭഗവാന്റെ ലീലകള, ഭഗവാന്റെ ഇച്ഛ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒന്നും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള തത്വമാകുന്ന ധർമ്മാണ് അങ്ങയുടെ വാക്കിന്റെ സാരം എന്ന് ഞാൻ മനസ്സിലാക്കണു എന്നാണ് 23 പറഞ്ഞത്. അതായത് മായ നമുക്കൊക്കെ അറിയില്ല, അപ്പോൾ ഞാൻ അതിലൊന്നും പറയണേന് അർത്ഥമില്ല എന്നുള്ളൊരു ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിലുണ്ടായത്. അപ്പൊ 23 കൂടിയും കഴിഞ്ഞാൽ ഈ സെഷൻ നിർത്താം. അഥവാ ദേവമായായ നൂനം ഗതിരഗോചരാ ചേതസോ വചസാപി ഭൂതാനാമിതി നിശ്ചയ. ഇത് വളരെ ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ കാരണക്കാരാണെന്ന് വിചാരിക്കണമെന്നും ആവില്ല കാരണം എന്നൊന്ന്. രണ്ടാമത് ഭഗവാന്റെ ഇച്ഛോണ്ടാണ് നമുക്ക് ദുഃഖാണെങ്കിലും സുഖാണെങ്കിലും എന്തും വരണതൊക്കെ ഭഗവാന്റെ ലീലയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന് കാരണം ആരാ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊന്നും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല. ആ വന്ന സമയത്ത് ആ പരിതസ്ഥിതിയിൽ നമുക്ക് ഏറ്റവും പറ്റുന്ന തരത്തിൽ എന്താച്ചാ ചെയ്യുക എന്നല്ലാതെ ഒന്നും പറ്റില്ലല്ലോ. അതൊക്കെയാണ് ധർമ്മദേവൻ വളരെ ഒരു ഫിലോസോഫിക്കായിട്ടാണ് ഒരു ധർമ്മദേവന്റെ പറയല്. അത് പരീക്ഷിത്ത് അത്ര ബുദ്ധിമാനാവുകൊണ്ട് പരീക്ഷിത്തിന് അത് മനസ്സിലായി. അതായത് നമ്മുടെ വാക്കിനും പ്രവൃത്തിക്കും പിന്നെ കണ്ണുകൾക്കൊക്കെ അതീതാണ് ഭഗവാന്റെ മായാവിലാസങ്ങള്. അപ്പോ അത് നമുക്ക് പറയാനോ അത് നമുക്ക് വിഷയീഭവിക്കാത്തൊരു കാര്യമാണ് എന്നുള്ളത് തന്നെ ആ തത്വം ഒരു ധർമ്മാണ്. ആ തത്വമാകുന്ന ധർമ്മം ആണ്, അതുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.